അരുൺ, സിഒ സാർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. സാറ് ഫുള്ള് കലിപ്പില്ല. വീഡിയോയ്ക്ക് റേറ്റിംഗ് ഇല്ല, ചാനലിന് റേറ്റിംഗ് ഇല്ല, വീഡിയോയ്ക്ക് റീച്ച് ഇല്ല, വ്യൂസ് ഇല്ല. നമ്മുടെ ജോലി വരെ പോകുന്ന കേസാണ്. നമ്മളിപ്പോ എന്താ ചെയ്യാ? രാഷ്ട്രീയം ചെയ്തു, സോഷ്യലിസ്റ്റ് ചെയ്തു. എന്ത് ചെയ്താലും വ്യൂവേഴ്സ് കുറവാന്ന് പറഞ്ഞാൽ അടുത്തിപ്പോൾ എന്ത് പ്രോഗ്രാം ചെയ്യാം? ഹൊറർ ഹൊറർന്ന് പറഞ്ഞാൽ എടാ, ഈ യൂട്യൂബിലൊക്കെ കാണുന്ന പോലെ പേടിപ്പിക്കുന്ന സ്ഥലങ്ങള്, ഉപേക്ഷിക്കപ്പെട്ട വീടുകള്, അങ്ങനത്തെയാണ് വേണ്ടത്. ആ സംഗതി കൊള്ളാം. നമ്മുടെ അങ്ങനെ എടുക്കാനായിട്ട് അതിന് പറ്റിയ ആളുകളുണ്ട്, ടെക്നോളജി ഉണ്ട്. പക്ഷെ അങ്ങനത്തെ ഒരു സ്ഥലം വേണ്ടേ? ഗോമസ് വില്ല കാണിക്ക്. നീ ഇത് നോക്കിയേ. ചേട്ടാ, ആ 2 ലൈം. 2 ലൈമല്ലേ? ആ ഓക്കെ. വേറെ ഒന്നും വേണ്ടല്ലോ. ഏയ് ചേട്ടാ, ചേട്ടൻ ഗോമസ് വില്ലയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഗോമസ് വില്ലയോ? എന്താ കാര്യം? ജസ്റ്റ് അറിയാൻ വേണ്ടി ചോദിച്ചതാ. അത് പണ്ട് ബ്രിട്ടീഷുകാർ പണിത ബംഗ്ലാവാ. കുറച്ച് പ്രേതബാധയും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ചേട്ടന് പിന്നെ എന്തൊക്കെ അറിയാം? വേറെ എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വീട് അന്വേഷിച്ച് കുറേ പേര് അങ്ങോട്ട് പോയിട്ടുണ്ട്. പക്ഷെ അവരെ കുറിച്ചിട്ട് യാതൊരു വിവരവുമില്ല. അവർ ജീവിച്ചിരിപ്പുണ്ടോ അല്ലെങ്കിൽ മരിച്ചോന്ന പോലെ അറിയില്ല. പിന്നെ രാത്രിയായി കഴിഞ്ഞാൽ ചെറിയ കുട്ടികളുടെ കരച്ചിലും അങ്ങനത്തെയുള്ള സംഭവങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. നാട്ടുകാരൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ട്. പിന്നെ ഇപ്പം അടുത്ത് തന്നെ 2 പത്രപ്രവർത്തകർ പോയിരുന്നു. അവരെ കുറിച്ചൊരു വിവരമില്ല. പത്രക്കാരോ? ആ, ഏകദേശം എത്ര നാളായിട്ടുണ്ടാവും? അത് ഏകദേശം ഇന്നത്തേക്ക് 1 വർഷം. 1 വർഷം? അരുൺ, ആ ചേട്ടൻ പറഞ്ഞത് 2 മാധ്യമപ്രവർത്തകരെ കാണാതായിട്ട് ഇന്നേക്ക് 1 വർഷം എന്നല്ലേ? നമുക്ക് പോവാൻ തോന്നിയതും ഇന്ന് തന്നെയല്ലേ? അതെന്തുകൊണ്ടായിരിക്കാം? ഞാനത് ആലോചിക്കുന്നു. ഇനി അത് ഇതും കണക്റ്റ് ആവുന്ന എന്തെങ്കിലും ഉണ്ടോ? നീ ഒന്ന് ആലോചിക്കേ. എടാ, ഫോൺ. സാറാ? ഹലോ ഹലോ അരുൺ, നിങ്ങളിപ്പോൾ എവിടെയാ? ഞങ്ങൾ കോഫി ഷോപ്പിലാണ്. ഫൈൻസ് ഓക്കെ. സോണി എന്നോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. സോണി പറഞ്ഞ പോലെ ചെയ്തോളൂ. പറഞ്ഞ കാര്യം മറക്കണ്ട. നമുക്ക് റേറ്റിംഗ് ആണ് മസ്റ്റ്. ആ ഇപ്പം തന്നെ നിങ്ങൾ വിട്ടോളൂ ഗോമസിലേക്ക്. ശരി സാർ. ഓക്കെ. ലേറ്റ് ആവാൻ നിൽക്കണ്ട. നിങ്ങൾക്ക് വേണ്ട എല്ലാ അറേഞ്ച്മെന്റുകളും ഞാൻ അവിടെ ചെയ്തു തരാം. ഓക്കെ സാർ. ഓക്കെ. ഓക്കെ.
ഈ റിപ്പോർട്ട് നമ്മുടെ ചാനലിന് ഒരു ടേണിംഗ് പോയിന്റ് ആയിരിക്കണം. ഞങ്ങളുടെ ബെസ്റ്റായിട്ട് ചെയ്തു സാർ. ഓക്കെ, ശരി എന്നാ. താങ്ക് യു. സിഒ സാറെ വിളിച്ചേ, നീ പറഞ്ഞ പോലെ ചെയ്യാൻ പറഞ്ഞു. എന്നാ ഓക്കെ. എടാ അപ്പൊ നമുക്ക് വിട്ടാലോ? ആ ഹലോ മാത്ത, പിള്ളേരെ ഞാൻ അങ്ങോട്ട് അയച്ചിട്ടുണ്ട്. അവരെങ്ങനെ തീർത്തേക്ക്. ഇനി എന്നെ വിളിക്കാൻ നിൽക്കണ്ട. നാളത്തെ ബ്രേക്കിംഗ് ന്യൂസ് അതായിരിക്കണം. ഗോമസ് വില്ലയിൽ പോയ 2 മാധ്യമ പ്രവർത്തകർ ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടു. ഇതായിരിക്കണം നാളത്തെ ബ്രേക്കിംഗ് ന്യൂസ്. അതിലും വലിയ റേറ്റിംഗ് ഒന്നും നമുക്ക് കിട്ടാനില്ല. എൻ്റെ ചാനലിൻ്റെ റേറ്റിങ്ങിന് വേണ്ടി കൊല്ലാൻ വരെ ഞാൻ പഠിക്കില്ല. ഞാൻ പറഞ്ഞത് മറക്കണ്ട. ഓക്കെ. Kenapa tak tidur lagi, ha? Mami? Mami?